എടുക്കും. കാരണം ഇനി ഒരു 95 കൂടി പറയാനുള്ളൂ. കവചപ്രാശത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പർപ്പസിന് കവചപ്രാശം കൊടുക്കാം? ഒന്ന്, നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫ്രീഡം ഫ്രം ഡിസീസ് എന്നുള്ള ഒരു രീതിയിൽ ഒരു അസുഖങ്ങളൊന്നും വരാതെ പ്രതിരോധ ശേഷി കൂട്ടാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കവചപ്രാശം. അതേപോലെ തന്നെയാണ് മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ, ഓർമ്മക്കുറവ് എന്നുള്ള പ്രശ്നമുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കവചപ്രാശം സപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ നാഡീ വ്യൂഹത്തിനൊക്കെ നല്ല ഒരു ടോണിക് ആയിട്ട് കവചപ്രാശത്തിലെ എല്ലാ ചേരുവകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് റെസ്പിറേറ്ററി പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓൺ ആൻഡ് ഓൺ കവചപ്രാശം. അതേപോലെ തന്നെ പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി കൂട്ടാന്, ബ്രെയിൻ ഫംഗ്ഷൻ, നമ്മൾ സ്പൈറലീനെ പറഞ്ഞ പോലെ തന്നെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ സ്മൂത്ത് ആക്കാനും കറക്റ്റ് ചെയ്യാനും കവചപ്രാശം ബെസ്റ്റ് സപ്ലിമെന്റ് ആണ്. അതേപോലെ ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ആൻഡ് ആന്റി ഫംഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ പ്രതിരോധ ശേഷിയെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഇതെല്ലാം. കാരണം ബാക്ടീരിയകളും വൈറസുകളും ഫംഗലും ഒക്കെ. അപ്പൊ ശരിക്ക് ഈ ഒരു അറ്റാക്കിൽ നിന്ന് കോടാനുകോടി എന്താണ് വൈറസുകളും ബാക്ടീരിയകളും നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ കവചപ്രാശത്തിലുള്ള കുറെ ചേരുവകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിന, നമ്മുടെ ശരീരത്തിലെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ട്, സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന, കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ യൂത്ത്ഫുൾ ഏജ്, ശരിക്കും പറഞ്ഞാൽ യുവത്വം നിലനിർത്താൻ, അതേപോലെ ലോഞ്ചിവിറ്റി, ദീർഘായുസ്, ഇതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കവചപ്രാശം എന്നുള്ളത്. ഈ കവചപ്രാശത്തിന്റെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് ഏകദേശം എന്താ പറയാ 30-ന് മുകളിൽ ചേരുവകൾ കവചപ്രാശത്തിലുണ്ട്. പ്രധാന ഇൻഗ്രീഡിയൻസ് നോക്കുന്ന സമയത്ത് നെല്ലിക്കയും, അതേപോലെ അശ്വഗന്ധ, അമുക്കുരം, ഇരട്ടിമധുരം, ബ്രഹ്മി, അതേപോലെ കുങ്കുമപ്പൂവ്, കടുക്ക, ചിറ്റാമൃത്, ശതാവരി കിഴങ്ങ്, അതേപോലെ കറ്റാർ വാഴ, തഴുതാമ, തിപ്പല്ലി, ഇങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ചവനപ്രാശമാണ് കവചപ്രാശം. നിങ്ങൾ ഈ ഒരു സാധനം മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ചോദിക്കും, ഇത്രയും വില ഈ പ്രൊഡക്റ്റിനുണ്ടല്ലോ, ഇത്രയും വിലയുണ്ടല്ലോ, 1295 രൂപയുണ്ട്, ഞാൻ ഇത് ഇത്രയും പൈസ ചെലവാക്കി കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവുമോ? ഇങ്ങനെയൊക്കെ ചില ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, മാർക്കറ്റില് ആയുഷ് പ്രീമിയം മാർക്കുള്ള ഒരു ചവനപ്രാശമാണ് കവചപ്രാശം. ഇനി വേറൊരു ചവനപ്രാശം ഒന്ന് നോക്കാം. അതായത് വെറും 10ഓളം ചേരുവകളുള്ള വേറൊരു ചവനപ്രാശം ഏലാദി ലേഹ്യമാണ്. കണ്ടംകുളത്തി ഏലാദി ലേഹ്യം. കണ്ടംകുളത്തി ഏലാദി ലേഹ്യത്തിന്റെ വില ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുള്ള വില? ചെറിയ ബോട്ടിൽ ഉണ്ട്, 30 ഗ്രാമിന്റെ. കണ്ടംകുളത്തി ഏലാദി ലേഹ്യത്തിന്റെ വില എത്രയാ? 30 ഗ്രാമിന് 30 രൂപയാണ്. 30 ഗ്രാമിന് 30 രൂപയാണെങ്കിൽ 1000 ഗ്രാമിന് എത്രയായി? 1 കിലോയ്ക്ക് 1000 രൂപയായി. അപ്പൊ 1000 രൂപ വെറും 10 ഇൻഗ്രീഡിയന്റ് വെച്ചുകൊണ്ടുള്ള കണ്ടംകുളത്തി ഏലാദി ലേഹ്യത്തിന്, അതും നമ്മളെ പോലെ തന്നെ ആയുഷ് പ്രീമിയം മാർക്ക് ഉണ്ട്, ആ പ്രോഡക്റ്റിന് 1000 രൂപയുണ്ട്. വെറും 10ഓളം ചേരുവകളേ ഉള്ളൂ. അവിടെയാണ് കുങ്കുമപ്പൂവും ബ്രഹ്മിയുടെയും ഒക്കെ വലിയൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള കവചപ്രാശത്തിന് 1295 എന്ന് പറഞ്ഞാൽ ഒരു വില കൂടുതലും ഇല്ല. നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് ഇത് വില കൂടുതലാണോ? ഒരു വില കൂടുതലും ഇല്ല. ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരാള് പോലും ഇതിന് വില കൂടുതലാന്ന് പറയില്ല. അപ്പൊ അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സപ്ലിമെന്റ് ആണ് കവചപ്രാശം. നമ്മൾ കാണുന്ന ആളുകൾക്ക് മൊത്തം ഇത് കൊടുക്കണം. നമ്മുടെ ഏത് ഫ്രണ്ട് സർക്കിളിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സ്ലൈഡിലും ഉള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി. ഈ കവചപ്രാശം കൊടുത്തിട്ട് എന്തെങ്കിലും പ്രത്യേക റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ള, വെറും പ്രതിരോധ ശേഷി അല്ലാതെ എന്തെങ്കിലും റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റും? കവചപ്രാശം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റിൽ തന്നെ ഞാൻ ഇതില് ജോയിന്റ് ചെയ്ത പോലെ തന്നെ
ഞാൻ മുടി 4 വർഷം ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാലങ്ങളായിട്ട് ഓപ്പറേഷൻ വരെ കഴിഞ്ഞ് പിന്നെ ഒരാൾക്ക് കഫക്കെട്ടായിരുന്നു. ഫുള്ള് കഫാണ്. അവര് സംസാരിക്കുമ്പോ എന്താ പറയുക, ചിരിക്കുന്നേരം കഫത്തിന്റെ ഒരു സൗണ്ടായിരുന്നു. പക്ഷെ ഞാനത് കൊടുത്തിട്ട് പ്രാവശ്യം കൊടുത്ത് ഫസ്റ്റ് തന്നെ കൊടുത്തരാം. അവർക്ക് ഒന്ന് കൂടി. അതൊന്ന് പിറ്റേന്ന് ഫുള്ള് ഉറങ്ങിയില്ല. പിറ്റേന്നുണ്ട് വിളിക്കുന്നത്, പിന്നെ പ്രാവശ്യം എടുത്ത് കൊണ്ടുപോയിക്കൊള്ളണം. പിന്നെ ഭയങ്കരം എനിക്ക് ഇന്നലെ ഞാൻ തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാനൊക്കെ പേടിയായി. ഞാനിത് ഫസ്റ്റിൽ തന്നെ ഐഡിയ അടിച്ച് വന്ന പാടല്ലേ ഇത് കൊടുക്കുന്നേ. പക്ഷെ അത് എന്നോട് പറഞ്ഞു, പിന്നെ ഈ സാധനം കൊണ്ടുവന്ന് ഇനി കൊണ്ടുവരുന്ന സാധനമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാനുള്ളതാ, ഓരോരോ കമ്പനി സാധനം കൊണ്ടുവന്ന് പോരും. എന്നാലും ഞാൻ പറഞ്ഞ അങ്ങനെ പറയരുത്, ഇത് നല്ല സാധനം കൊണ്ട് ഫസ്റ്റ് നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ആശാറെ വിളിച്ച്, ആശാറ് ഉള്ളതാണ്. ആശാറെ വിളിച്ചൊരു ആശാറ് പറഞ്ഞ് കുഴപ്പമില്ല, വിളിച്ചോളൂ. അങ്ങനെ ആശാറുടെ തന്നെ മൂപ്പറെ വിളിച്ചിട്ട് പറഞ്ഞ് അതൊന്ന് കൂടും, നിങ്ങൾക്ക് പയക്കുള്ളതല്ലേ, കൂടും. പിന്നെ നോക്കുമ്പോ നല്ല അടിപൊളി റിസൾട്ട് ആയിരുന്നു. പ്രാവശ്യം കൊടുത്തിട്ട് പിന്നെ പറഞ്ഞപ്പോ എന്തോ കുറവ് കാണുന്നുണ്ട്, പ്രശ്നമില്ല സെക്കും ചാകെ ബേജാറായിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കരുത്. പിന്നെ നോക്കുമ്പോ അതെല്ലാം റിസൾട്ട് കിട്ടിയതിന് ശേഷം മൂപ്പർ തന്നെ വൈക്ക് കൊടുക്കുക എന്നത് 50,000 തരും. അടിപൊളി അടിപൊളി. അതായത് അത്രയും എന്താ പറയാ റിസൾട്ട് ആണ് ആ ഒരു പ്രൊഡക്റ്റിന് മാഡത്തിന് കിട്ടിയിട്ടുള്ളത്. വേറെ ആർക്കെങ്കിലും പറയൂ. ഞാന് 2 കുട്ടികൾക്ക് ഇതേമാതിരി എപ്പോഴും കഫക്കെട്ടാ. അപ്പൊ അതേമാതിരി ഞാൻ ഒരു ബോട്ടിൽ ഞാൻ കൊടുത്തു. ആദ്യം ഞാൻ കഫ്നി കൊടുത്ത് അവർക്ക്. എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന കുട്ടികളാ. അപ്പൊ ഒരു പറയാം ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എത്ര കഴിച്ചിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കഫ്നി ആദ്യം കുടിച്ചിട്ട് ആ കഫക്കെട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നിട്ട് ഈ കവചപ്രാശം കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ അവര് കുടിച്ച് അവര് ഒറ്റ ബോട്ടിലിൽ തന്നെ ഒരു നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയില്ലായിരുന്നു. അത് തീർന്ന് 2ാമത്തെ ബോട്ടിൽ അവര് വാങ്ങി. അവര് ആക്കം കണ്ടിട്ട് പിന്നെ വേറെ ആൾക്കാരോട് പറഞ്ഞിട്ട് അവരും വാങ്ങി എന്റെ കയ്യിൽ നിന്ന്. ഇപ്പൊ അവർക്കും നല്ല വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞ്, നല്ല വ്യത്യാസം ഉണ്ട് പറഞ്ഞു കഫക്കെട്ടിനൊക്കെ കുട്ടികൾക്ക്. പിന്നെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്ലാന്ന് പറഞ്ഞു. ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വീട്ടിലും നമ്മള് കുട്ടികളെ ഒന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇനി വേറെ ഏതെങ്കിലും കഫക്കെട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും റിസൾട്ടുകൾ കവചപ്രാശം കൊടുത്തത് കിട്ടിയിട്ടുണ്ടോ? ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയൂ. ഒരു റിസൾട്ട് എനിക്ക് പറയാനുണ്ട്. പിന്നെ എന്റെ പേര് സൽമാ എന്നാണ്. 3 മക്കളുണ്ട്. ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ട് മാറ്റം 2 പേര് പറയുന്നുണ്ടല്ലോ. സൽമ പറയൂ ആദ്യം. ഹലോ, പറഞ്ഞോളൂ. സൽമയുടെ മ്യൂട്ടാണ്. ഹലോ കേൾക്കുന്നുണ്ടോ സാറേ? ഏതായാലും 2 ആളും മ്യൂട്ട്. അപ്പൊ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ വേഗം അറിയാം, എനിക്ക് റിസൾട്ട് പറയാനുണ്ട്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാൻ തന്നെ കാരണം 2 പ്രൊഡക്റ്റാണ് പറയുന്നത്. ഒന്ന് കവചപ്രാശവും ഒന്ന് വൂണ്ടിൽ ക്രീമുമാണ്. അതിൽ കവചപ്രാശത്തിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ മക്കൾ തീരെ ഭക്ഷണം കഴിക്കില്ലേ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ. അങ്ങനെയാണ് എന്റെ ഫ്രണ്ടിന്റെ ഇതിലേക്ക് കൊണ്ടുവന്ന് വിട്ടത് തന്നെ. അങ്ങനെ അവനോടുള്ള കമ്മിറ്റ്മെന്റോട് ഈ സാധനം വാങ്ങി കൊടുത്ത സമയത്ത് ഈ മക്കൾ ബേക്കറി പലഹാരങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. ബേക്കറി പലഹാരം കഴിക്കും, ഈ റൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടുവച്ചാലും തീരെ കഴിക്കും. അതുകൊണ്ട് തന്നെ ഈ ഭയങ്കര ഈ വരന്റെ ശല്യവും, അങ്ങനെ മക്കളൊന്നും എന്ത് കഴിച്ചിട്ടാണെങ്കിലും ദൈവം പിടിക്കാത്ത രീതിയിൽ നിൽക്കുകയും. ആ ഒരു സമയത്താണ് നമ്മൾ കവചപ്രാശം വാങ്ങിക്കൊടുത്തൊരു 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ ലേശം നേന്ത്രപ്പഴം വാങ്ങിക്കൊടുക്കുക. ഞാൻ ചാന്തിന നേന്ത്രപ്പഴം വാങ്ങുന്നത് അല്ല, അന്താനും നജിയും ഒക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. പഴം ഇങ്ങനെ ചോദിക്കും,
ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ 1 കിലോ പഴം വാങ്ങി കൊണ്ട് കൊടുത്ത്, ഇല്ല 1 കിലോ പഴമൊക്കെ ഒരു ദിവസം കൊണ്ട് ഇവർ രണ്ടാളും പാടെ തീർക്കും, പിറ്റേന്ന് വീണ്ടും പറയും പഴം എന്നുള്ളത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് ആണെന്നുള്ളത്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ ശരിക്കും ആ ഒരൊറ്റ റിസൾട്ട് കൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. പിന്നെ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ കഴിഞ്ഞ 4 വർഷവും 3 മാസമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാനടക്കം എന്റെ ഫാമിലിയിലുള്ള ആളുകൾ 2ഓ 3ഓ പ്രാവശ്യം മാത്രമേ ഹോസ്പിറ്റലിന്റെ പടി കണ്ടിട്ടുള്ളൂ, ഡോക്ടറുടെ അടുത്തേക്ക് പോയുള്ളൂ. ഇത്രയും കോവിഡും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും വന്നിട്ട് ഇന്ന് വരെ അൽഹംദുലില്ലാ ഒരു ഡോക്ടർക്ക് ഒരു 100 രൂപ കൊടുക്കേണ്ട ഒരു വിഷയോ അല്ലെങ്കിൽ മെഡിസിൻസ് കഴിക്കേണ്ട പ്രശ്നങ്ങളോ ഇതുവരെ വന്നില്ല. ഈ ഒരു ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. ഒന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുന്നേ എന്റെ വൈഫിനിപ്പോ പെട്ടെന്ന് ഭയങ്കര ശ്വാസമുട്ടൽ, ഞാൻ എന്റെ ലീഡറായിട്ട് പങ്കുവെച്ച് ഭയങ്കര ശ്വാസമുട്ടലൊക്കെ ആയിട്ട് നോമ്പെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് 2 ദിവസമായിട്ട് മാറി, ഒരു വലിവിന്റെ സൂക്കേടൊക്കെ. അപ്പോ ഞാനിവിടെ ആന്റി അലർജിയും കവചപ്രാശവും ഉണ്ട്. ഞാൻ എടുത്ത് കൊടുത്തതിന് ശേഷം ഈ 2 ദിവസമായിട്ട് ഒരു പ്രശ്നവുമില്ല, നല്ല മാറ്റങ്ങളാണ്. അപ്പം കുറച്ച് നല്ല റിസൾട്ട് ഉണ്ട്. സാറേ ഞാൻ ഇറങ്ങും, ഇപ്പം തന്നെ ഇറങ്ങൂട്ടെ, എനിക്ക് 8-9 മണിയാവുന്നതിലേക്ക് തിരൂരെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. താങ്ക് യു സാർ. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ കയ്യിലുള്ള ആയുധം. ബൈജു സാറേ, ഞാൻ പറയുന്നതാണ്. പറയൂ. സാറേ, ഞാനും ഈ ബിസിനസ്സിലേക്ക് വന്നത് ഈ കവചപ്രാശിൻ്റെ ഒരു ഒറ്റ റിസൾട്ട് തന്നെയാണ്. എൻ്റെ മകന് ശ്വാസം മുട്ടായിരുന്നു. കാരണം ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് മാറാത്തൊരു കാര്യം, ഈ ഒരു കവചപ്രാശം കഫ് സിറപ്പ് ഉപയോഗിച്ചപ്പം കിട്ടിയ റിസൾട്ട് ഇന്ന് വരെ പിന്നെ ആ ഒരു ശ്വാസം മുട്ട് വന്നിട്ടില്ല. കാരണം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം 2 വർഷമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ കഴിക്കാൻ അവന് മടിയാണ്. കാരണം അത് ചില ആളുകൾക്ക് അത് ഇറക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പോൾ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുള്ളൂ. പക്ഷേ എന്നാലും പിന്നീട് ആ ഒരു ശ്വാസം മുട്ട് വന്നിട്ടില്ല. ആദ്യം അത് കഴിച്ച സമയത്ത് ഒന്ന് കൂടുകയാണ് ചെയ്തത്, പിന്നീട് പൂർണ്ണമായിട്ട് അത് മാറി. പിന്നെ അതേമാതിരി മൂക്ക് അറിയാലോ, 8 വയസ്സായി. 8 വയസ്സെന്ന് പറഞ്ഞാൽ നല്ല പഠിക്കാനും ഭയങ്കര ഒരു മെമ്മറി ബൂസ്റ്റിംഗ് ആണ്. അതായത് ബുദ്ധി വർദ്ധിപ്പിക്കാനും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് ശരിക്കും എനിക്ക് എൻ്റെ മോളിൽ അല്ലെങ്കിൽ മകനിൽ, ഇപ്പോൾ SLC കഴിഞ്ഞാണ് മോൻ, വീട്ടിൽ നിന്ന് ബുക്ക് എടുക്കുകയില്ല. പക്ഷേ അവൻ്റെ ഒരു കോൺഫിഡൻസ് 4-5 A+ എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലേക്ക്, അതായത് സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവന് ഉപയോഗിക്കുന്നത്. അതൊക്കെ എനിക്ക് എന്താ പറയുക, നന്ദി പറയാനുള്ളത് നമ്മളെ ഈ പ്രൊഡക്റ്റ് തന്നെയാണ്, കവചപ്രാശം എന്നുള്ളത് തന്നെയാണ്. അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ട് കുടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതെൻ്റെ വീട്ടിൽ കിട്ടിയ റിസൾട്ടാണ്. പിന്നെ മോള് പാട്ടിനും ഡാൻസിനും അതുപോലെ തന്നെ പഠിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര പെർഫെക്റ്റാണ്. കാരണം ഇതിന് സഹായിച്ചിട്ടുള്ളത് ഈ ഒരു കവചപ്രാശം എന്ന പ്രൊഡക്റ്റാണ്. ഈ 2 മക്കളെയും ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുന്നത്, മൈ ലൈഫ് എന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരെ പിന്നെ ഡോക്ടറെ അടുത്തേക്ക് ഈ ഒരു പ്രശ്നത്തിന് ഞാൻ കൊണ്ടുപോയിട്ടില്ല ഇതുവരെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. പറയൂ. ഞാനൊരു പുതിയ റിസൾട്ട് പറയാം, ഇതുവരെ ആരും പറയാത്ത. ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തിട്ട് രക്തം കൂടിയിട്ടുണ്ട്, കവചപ്രാശം കൊടുത്തിട്ട്. അവള് കുറെ ചികിത്സിച്ച് രക്തം കൂടാൻ വേണ്ടിയിട്ട് കുറെ അയൺ ഗുളികകളൊക്കെ കഴിച്ചിട്ടൊന്നും രക്തം ഉണ്ടാവില്ല. അങ്ങനെ 1 മാസം നമ്മളെ കവചപ്രാശം കഴിച്ചിട്ട് അവൾക്ക് രക്തം കൂടിയിട്ടുണ്ട്. പിന്നെ ഒരാൾക്ക് അലർജിക്ക് കൊടുത്തിട്ട് ഓലെ അലർജി മാറിയിട്ടില്ല, 1 മാസം അവര് കഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഓലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, അവൾക്ക് നല്ല മുടി കൊഴിച്ചിലായിരുന്നു. ആ മുടി കൊഴിച്ചിൽ പാടെ മാറിയായിരുന്നേ. പുതിയ 2 റിസൾട്ട്. ഓക്കെ മാഡം, വേറെ ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹലോ, പറയൂ. ഹലോ സാറേ, എന്റെ മോക്ക് സർജറി കഴിഞ്ഞ ബ്രെയിനിന്റെ സർജറി കഴിഞ്ഞപ്പോ അവർക്ക് പെട്ടെന്ന് ഈ ഒന്നും ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ എന്തെങ്കിലും സാധനം അവള് കണ്ടാൽ തന്നെ അത് അവൾക്ക് അറിയാം അവിടെ ഉണ്ട് എന്ന്. പക്ഷേങ്കിൽ അതിന്റെ മേലെ കയറി നടന്നു പോകും, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായി. അപ്പൊ ഡോക്ടർ പറഞ്ഞത് കുറെ കാലം കഴിയും ശരിയാകാൻ വേണ്ടിയിരുന്നു. പക്ഷെ ഈ സർജറി കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെട്ടത്. അപ്പൊ ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 2 മാസം കൊണ്ട് തന്നെ ആ ഒരു മിസ്റ്റേക്ക് കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർക്ക് പിന്നെ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ആ ഒരു പ്രശ്നം വേദന തന്നെ കുറഞ്ഞു കിട്ടിയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒന്ന് കൊടുക്കണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ അതായിരിക്കും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു കാലയളവിനുള്ളിൽ അങ്ങനെ മാറിക്കിട്ടുന്ന എല്ലാ ഇത് എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട്. അപ്പൊ ഇപ്പൊ ഞാൻ അത് കൊടുക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് ഇപ്പൊ ഒരു 2 വർഷം കഴിഞ്ഞു, 2.5 വർഷമായി. ഇപ്പം തുടർച്ചയായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാറേ. സാറേ ഇപ്പൊ പറഞ്ഞ എന്തിനുള്ള റിസൾട്ട് ആയിരുന്നു, കേട്ടില്ല. അത് ബ്രെയിനിന് നീർക്കെട്ടായിട്ട് സർജറി കഴിഞ്ഞായിരുന്നു എന്റെ മോക്ക്.
അപ്പൊ അത് എന്താ പറയണ്ടേ, ബ്രെയിന് എന്താ ഇപ്പം സന്ധ്യക്ക് നേരത്തെ വിളക്കെല്ലാം കത്തിച്ച് വെച്ചാല് അവള് വിളക്കത് കാണും, പക്ഷെ എങ്കിൽ അത് തട്ടി അങ്ങ് നടന്നു കളയും. അപ്പൊ ബ്രെയിനിന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു അതിനെ മേലോട്ട് കടക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ആ ഒരു ഇത് ബ്രെയിനിന് കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കൊടുത്തപ്പോ അത് കറക്റ്റായി. ഓക്കെ 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 ഒരുപാട് റിസൾട്ടുകൾ. പറയും. ശരത്താണ്. ഞാന് വീട്ടിൽ ഇതേപോലെ മക്കൾക്ക് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം ഒഴിവായിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ നേരിട്ട് കൊടുത്തിട്ടുള്ള ഒരു 9 വയസ്സായ ഒരു കുട്ടിക്ക് ഗൾഫിൽ പോയി വന്നതിന് ശേഷം ഒരു 3-4 വർഷമായിട്ട് ഫുള്ള് തുമ്മല്, രാവിലെ മുതല് അലർജി പ്രശ്നമാണ്. തുമ്മും ആ ഒരു രീതിയിൽ വന്ന സമയത്ത് നമ്മളൊരു 3 ബോട്ടിൽ കവചപ്രാവശ്യം ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ ആ പ്രോബ്ലംസ് മാറി. ഇപ്പൊ ആ കുട്ടിയുടെ ഫാദർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോ നാളെ മറ്റന്നാളെ പോയിട്ടൊന്ന് ഇപ്പൊ ആ കുട്ടീന്റെ പ്രശ്നം മാറി. കാരണം അവര് എന്താ പറയാ താല്പര്യമില്ലാതെ ആയിരുന്നു അവരുടെ വൈഫ് ആ കുട്ടിക്ക് അത് കൊടുത്തത്. പക്ഷെ ഇപ്പൊ ആ പ്രോബ്ലംസ് മാറിയതിന് ശേഷം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവരുടെ ഫാമിലിക്കൊക്കെ അവരുടെ ഉമ്മാക്കൊക്കെ കുറെ പ്രൊഡക്റ്റുകൾ റെഫർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ സാർ, അടിപൊളി. ഇതേപോലെ എനിക്ക് എന്റെ ടീമില് സൽമാൻ സാറ് ടീമില് ഒരു ലേഡിക്ക് ഈ അസ്ഥി ഒരുക്കത്തിന്റെ വലിയ പ്രശ്നം, വൈറ്റ് ഡിസ്ചാർജ്. അങ്ങനെ അവർക്ക് ശരിക്ക് ഇത് മാത്രം കവചപ്രാശം മാത്രം കഴിച്ചിട്ട് ഈ വൈറ്റ് ഡിസ്ചാർജിന്റെ ഇഷ്യൂസ് നദീറ മാഡം ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അത് ആ ഒരു പ്രശ്നം നോർമലായി എന്നുള്ളത് വേറൊരു റിസൾട്ടാണ്. ആരാ പറയുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ അപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാൻ ജസ്റ്റ് ഒരൊറ്റ പ്രൊഡക്റ്റ് കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാനുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി എടുക്കുന്നു.